ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നുള്ള സ്ഥലം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ തന്നെയാണ് നമ്മൾ സ്ഥിരം പോകാറുള്ള സ്ഥലം തന്നെയാണ്. ഞാൻ പിന്നെ കൊണ്ട് ഇന്ന് നടക്കാൻ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ ഈ ഒരു വ്യൂ കണ്ടപ്പോൾ നല്ല ഭംഗിയില്ലേ. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. സാധാരണ അമ്പലത്തിൻ്റെ അവിടെ വീഡിയോ അലൗഡല്ല. ഇപ്പോൾ എന്താ വെച്ചാൽ മുന്നേ ഏതോ ഒരു ലേഡി വന്നിട്ട് അമ്പലത്തിൻ്റെ അവിടെ കേക്ക് കട്ട് ചെയ്യും, അങ്ങനെ എന്തൊക്കെയോ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കേസും കൂട്ടാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എന്താ പറയുക, അവിടെ ക്യാമറ കാര്യങ്ങൾ വീഡിയോസൊന്നും അലൗഡല്ല. ഇപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ അമ്പലത്തിൻ്റെ ആ ഒരു സൈഡിൽ മൊത്തം പൊളിച്ചിട്ടുണ്ട് കേട്ടോ. അവർ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്ന ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. പുതിയതാക്കാനാണ് തോന്നുന്നത്. കണ്ണന് ഉമ്മ കൊടുത്ത് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഉമ്മ കൊടുക്കുന്ന ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ ശരിക്കും ഇന്ന് ആശാശരത്തിൻ്റെ പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിൽ പോസ്റ്റ് അടിച്ച് നിന്നായിരുന്നത്. കുറേ നേരം നിന്നിട്ട് അവസാനമാണ് നമ്മുടെ ലാലുവിൻ്റെ ആശാൻ വിളിക്കുന്നത്. അവിടെയല്ല, തൊട്ടപ്പുറത്ത് പുതിയൊരു ഓഡിറ്റോറിയം ആയിട്ടുണ്ട്. വെച്ചാൽ പഴയ തന്നെയാണ്, പക്ഷേ അത് അവർ പുതുക്കി പണിത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അവിടെയാണിത്. അപ്പോൾ പിന്നെ നേരെ ഓടിപ്പോയിട്ട് പ്രോഗ്രാമിൻ്റെ അവിടെ കാണാൻ നിന്നിട്ട് അപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഭാഗങ്ങളാണിത്. പ്രോഗ്രാം കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങൾ നോക്കിയിരുന്നു. പിന്നെ ആളുടെ സ്റ്റുഡൻസിൻ്റെ ഇരുന്ന് തോന്നുന്നു പരിപാടികൾ ഉണ്ടായിരുന്നു. പിന്നെ ആൾ മാറി ഇരുന്നപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ സൈഡിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. സാധാരണ അവിടെ അത്ര തിരക്കൊന്നും ഉണ്ടാവാറില്ല. ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു ആ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗത്ത്. പിന്നെ ഈ പറയണ പോലെ കുഞ്ഞാപ്പി ഓടി നിൽക്കുകയുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കോഫി ഷോപ്പ് നിങ്ങൾ ഓൾമോസ്റ്റ് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ ലാലുവിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. സന്ദീപേട്ട, ഞങ്ങൾ ബിഗ് ബ്രോ എന്നാണ് വിളിക്കാറ്. പിന്നെ ഇത് വേണു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഗുരുവായൂരൊക്കെ പോയിട്ടുള്ള കുറച്ച് വിഷ്വൽസ് കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താണ്? ഹലോ ഗായ്സ്, നമ്മൾ മീൻ പിടിക്കാൻ പോവാണ്. നമ്മൾ ഗുരുവായൂർ പോയില്ലേ നമ്മൾ ഇല്ലേ? കയ്യിൽ മിഠായിയാണ്. അപ്പൊ അത് തിന്നേണ്ട തിരക്കിലാണ്. ചോക്ലേറ്റ് സാധനങ്ങളും ഞങ്ങളുടെ ചുണ്ട് പൊട്ടിയിട്ടുണ്ട് അല്ലേ. സൂചി എവിടെ? സൂചി എവിടെ? അങ്ങനെയാണോ പൊട്ടിക്കുക? ഒരു 4 ദിവസം മുന്നേ ഹലോ ഗൈസ് കഴിഞ്ഞു. അപ്പൊ അവള് മിഠായി പൊട്ടിക്കേണ്ട തിരക്കാണ്. ഒരു 4 ദിവസം മുന്നേ ഇങ്ങനെ എന്താ പറയുക, അച്ഛനും മോളും കൂടെ ഓടി കളിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് ജസ്റ്റ് തട്ടിച്ചതായിട്ടൊന്നും വീണുള്ളൂ. പക്ഷെ ചുണ്ടൊക്കെ പൊട്ടി സ്റ്റിച്ചൊക്കെ ഇടേണ്ടി വന്നു. അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഒന്ന് ഗുരുവായൂർ ദേവസ്വം, പിന്നെ ഒന്ന് രാജാ ഹോസ്പിറ്റലും. അപ്പോൾ നമ്മൾ ആദ്യം പോയത് രാജാ ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവർ നന്നായിട്ട് വലിപ്പിച്ചു. കാരണം ചെറിയ കുട്ടിയാണ്. നമുക്കൊരു 12-12:30 ആ നേരത്തെ കുട്ടിക്ക് വയ്യാണ്ട് വീണ് മുറിയൊക്കെ ആയിട്ട് നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ കുറേ നേരം ഇങ്ങനെ ലാഗ് അടുപ്പിച്ച് നിർത്തി. പിന്നെ അത് പോരാഞ്ഞിട്ട് പിന്നെ സർജറിയുടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ പോയിട്ട് വേണം സ്റ്റിച്ച് ഇടാന്നൊക്കെ പറഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലിരിക്കുക. എന്നിട്ട് പിന്നെ അവരൊന്നും റെസ്പോൺസ് ഒന്നും കാണിക്കാണ്ടായപ്പോൾ നമ്മൾ കുട്ടീനെ കൊണ്ട് വേഗം പോകുന്നവർക്ക് നേരെ നൈലിലേക്ക് പോയി കാണിച്ചു. പക്ഷെ അവിടെ എത്തുമ്പോഴത്തേന് ഏകദേശം ഒരു 2:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയമായപ്പോഴത്തേനും അവിടുത്തെ ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ പോയി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അമലയിൽ പോയിട്ടാണ് എന്നിട്ട് സ്റ്റിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊരു ഹോസ്പിറ്റല് നേരെ ആയിട്ടുള്ളതില്ല എന്ന് ആലോചിക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടില്ല. വെച്ചാൽ കുട്ടികളായാലും വലിയവരായാലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിലെ ഒട്ടുമിക്ക എല്ലാ ഹോസ്പിറ്റലിലും ഇതൊക്കെ തന്നെ അവസ്ഥകൾ വരുന്നത് പോകണം. എന്തായാലും ചുണ്ടൊക്കെ പൊട്ടിയപ്പോൾ 3 സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കുട്ടിക്ക് മറ്റേ ചോക്ലേറ്റ് സാധനങ്ങളൊന്നും കൊടുത്തിരുന്നില്ല, ഐസ്ക്രീം സാധനങ്ങളൊന്നും കൊടുത്തിരുന്നില്ല. ഇപ്പോൾ എന്താ വെച്ചാൽ ഫുൾ ടൈം ഐസ്ക്രീമും ചോക്ലേറ്റും മാത്രമായി കഴിക്കും. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അമ്പലം കാണാൻ. മിക്കപ്പോഴും എല്ലാ ദിവസവും പോണത് തന്നെയാണ്.
മാംലേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. മുന്നേ അങ്ങനെ എപ്പോഴും ഇട്ടിരുന്നില്ല കേട്ടോ. ഇപ്പം ഞങ്ങൾ പോയപ്പോൾ ഇങ്ങനെ കണ്ടു. പിന്നെ ഒരു ആശാശരത്തിൻ്റെ ഡാൻസിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം നിന്ന് കണ്ടു. അത് കുറച്ചിങ്ങനെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം സമയം 8 മണി 7:30 8 മണി സമയമായിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ഇനി കഴിക്കാം. അപ്പോൾ നൈറ്റ് ഇവിടെ ചപ്പാത്തിയാണ് ഉണ്ടാകാറ്. ചപ്പാത്തി അല്ലെങ്കിൽ എന്തെങ്കിലും കറികൾ, ഗ്രീൻ പീസോ അല്ലെങ്കിൽ കുറുമക്കറി അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് മണി പ്ലാന്റൊക്കെ വലുതായിട്ടാവും. കുറേ ദിവസം ഇങ്ങനെ വീഡിയോസ് കാണുന്നത് കിട്ടും. എന്താ മിഠായി മണി പ്ലാന്റൊക്കെ നന്നായിട്ട് വലുതായി, നല്ല വലിപ്പം വെച്ചു. അപ്പോൾ കുറേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചു. ആകെ കടും പോലെ പിടിച്ച പോലെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കയറി കുട്ടികളൊന്നും അറിയില്ല. പക്ഷെ മാക്സിമം ഞാൻ എപ്പോഴും നീറ്റാക്കി വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടാ. കുട്ടിയൊക്കെ ഉള്ളതല്ലേ, കൊതുകും കാര്യങ്ങളും ഒക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കട്ടെ. അത് കാരണം ഞാൻ ചപ്പാത്തി നമ്മൾ ചുട്ടെടുക്കില്ലേ, ചുട്ടെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി ഉണ്ടാവാറ്. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഉണ്ടാക്കുമ്പോഴും അവിടെ ലാലുവിൻ്റെ അവിടെ ഉണ്ടാക്കുമ്പോഴും ചപ്പാത്തി കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം ആകുമ്പോഴത്തേനും അതിങ്ങനെ ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. പക്ഷേ നമുക്ക് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഇളം ചൂടുള്ള വെള്ളവും കൂടെ ആക്കിയിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് പിന്നെ അത് ചപ്പാത്തി പരത്തിയിട്ട് സാധാരണ എണ്ണയൊന്നും ആക്കാണ്ട് നോർമലി പാനിൽ ചുട്ടെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി കിട്ടാറുണ്ട് ഇടയ്ക്ക്. അതിപ്പോൾ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന ഗോതമ്പ് പൊടി ആയാലും ഇപ്പോൾ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടി ആയാലും ഏതായാലും എല്ലാറ്റിലും അതുപോലെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. അപ്പോൾ എത്ര നേരം വെച്ച് കഴിഞ്ഞാലും അതേ ഒരു സോഫ്റ്റ്നെസ് അത് തീരെ പോവില്ല, അതേപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതേ മുട്ടക്കറിയുടെ പരിപാടിയാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൾ കവറൊക്കെ തലയിലിട്ടിട്ട് അവളുടേതായിട്ടുള്ള പരിപാടികൾ കാണിക്കുന്നത്. കാരണം ഫോൺ കിട്ടാത്തതിൻ്റെ ദേഷ്യമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ജനിച്ചപ്പോൾ ഫോൺ കൊടുക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്ക് ഫോൺ കൊടുക്കേണ്ടി വന്നു. കാരണം ഇവിടെ TV കാര്യങ്ങളില്ല. അപ്പോൾ ഫോണിൻ്റെ മുകളിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും മുക്കിത്തീർത്ത്. പക്ഷേ അതിന് ഒരു നെഗറ്റീവ് പോസിറ്റീവ് എല്ലാ കാര്യങ്ങൾക്കും ഉള്ള പോലെ നെഗറ്റീവ് ഉള്ളത് സ്ക്രീൻ ടൈം കൂടുതലാണ്. പക്ഷേ പോസിറ്റീവ് ഉള്ളത് അവൾ ഇംഗ്ലീഷ് വേർഡ്സ്, ലെറ്റേഴ്സ്, അതുപോലെ ഹിന്ദി, ഇംഗ്ലീഷ് ഈ സംഭവങ്ങളൊക്കെ ഇപ്പം തന്നെ മനസ്സിലാക്കി വെച്ച് തുടങ്ങിയിരുന്നു. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ടക്കറി ഇവിടെ ശരിയായിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ചപ്പാത്തിയാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം സോഫ്റ്റാണ്. അത് ചെറുതായിട്ട് കരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ അത്രയും സോഫ്റ്റായിട്ടുള്ള അടിപൊളി ചപ്പാത്തിയാണ്. അപ്പോൾ വേഗം പോയിട്ട് ചപ്പാത്തിയൊക്കെ കഴിക്കട്ടെ. അങ്ങനെ സമയം ഇപ്പോൾ ഏറെക്കുറെ 10-11 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞാക്ക് പുറകെ ലാലു വർക്കിന് പോവുകയും ചെയ്തിരുന്നു. അപ്പം നമുക്കെന്താ വെച്ചാൽ ബാക്കി നമ്മുടെ പേജ് കാർമുകി എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട് എനിക്ക്. അപ്പോൾ ആ പേജിൽ ഞാൻ ഹാൻഡ് മെയ്ഡായിട്ടുള്ള ജ്വല്ലേഴ്സ്, അതുപോലെ മഞ്ചാടി മാലകൾ, മഞ്ചാടി ആംഗ്ലറ്റ്, കഥകളി മാലകൾ, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ ദിവസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ വീഡിയോസും കാര്യങ്ങളും എടുക്കണം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ട്. ഒക്കെ പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്താ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കണം. അപ്പോൾ എന്തായാലും ആ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞിട്ട് വേണം എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നാളെ അയക്കാനുള്ള ഓർഡേഴ്സും കാര്യങ്ങളും ഉണ്ട്. അതിൽ അവർക്ക് ഞാൻ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 days എന്തായാലും ലേറ്റായിട്ട് അത് ഓർഡർ അയക്കുന്നുണ്ടാവും. കാരണം നമുക്ക് പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളതിലൊക്കെ എന്താ പറയുക തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്.